Poppy's Baby Care, exclusive brand outlet, Edakara, Nilambur. ലീഗ് യോഗത്തിൽ ബഹളം, യോഗം മാറ്റിവെച്ചു. മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം ബഹളം മൂലം മാറ്റിവെച്ചു. ചൊവ്വാഴ്ച രാവിലെ 10-ന് വഴിക്കടവിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ചേരിതിരിഞ്ഞു വാക്കേറ്റമുണ്ടായത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ VK മൊയ്തീൻകുട്ടിയെ വൈസ് പ്രസിഡന്റായും ലത്തീഫ് മണിമൂളിയെ സെക്രട്ടറിയായും നോമിനേറ്റ് ചെയ്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി സർക്കുലർ ഇറക്കിയിരുന്നു. ഈ മാസം 3-നാണ് സർക്കുലർ ഇറക്കിയത്. ഇവരെ രണ്ടുപേരെയും അറിയിക്കാതെയും ക്ഷണിക്കാതെയുമാണ് പഞ്ചായത്ത് കമ്മിറ്റി യോഗം വിളിച്ചത്. ഇവരെ ഉൾപ്പെടുത്താതെ യോഗം ചേരാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്ഥലത്തെത്തി ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ലത്തീഫിനെ യോഗ ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കം പിന്നീട് ചേരിതിരിഞ്ഞ് ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു. പഞ്ചായത്തിൽ UDF നേടിയ ഉജ്ജ്വല വിജയം ചർച്ച ചെയ്യുന്നതിനും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശിച്ച 2 പേരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാനുമാണ് യോഗം വിളിച്ചതെന്ന് അബ്ദുൽ ഹമീദും പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഉസ്മാനും പറഞ്ഞു. വിജയമാണ്. ഇപ്പോൾ 24-ൽ 16 നമ്മൾ UDF വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസം കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രഗത്ഭരായ സംസ്ഥാന നേതാക്കളും അതേപോലെ തന്നെ ഇവരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മളത് പരിഹരിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ UDF പിന്നെ വിജയിച്ച സ്ഥിതിയിൽ നമ്മൾ ആ പ്രശ്നം പരിഹരിക്കും. പിന്നെ സാധാരണഗതിയിൽ വലിയ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും. ഇത് സാധാരണഗതിയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും അത് വളരെ ഉറച്ച നിലപാടുകൾ മുന്നോട്ട് പോകും. ഇത് തർക്കമല്ല. ഇത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അത് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ആ പ്രശ്നം പരിഹരിക്കണമെന്നതിന് മുന്നിട്ടിറങ്ങുകയും അതിന് സംസ്ഥാന കമ്മിറ്റി ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കാര്യം വളരെ നല്ല രൂപത്തിൽ ആ വിഷയങ്ങളൊക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ തന്നെ പാർട്ടിയെ ഉറച്ച ഒരു ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് പൂർണ്ണ പിന്തുണ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കും. ഈ യോഗമാണ് ഒരു വിഭാഗം അലങ്കോലമാക്കാൻ ശ്രമിച്ചതെന്നും ഇവർ കുറ്റപ്പെടുത്തി. അതേസമയം ലീഗ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇരുവരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പഞ്ചായത്ത് കമ്മിറ്റി അതിന് തയ്യാറാവാതെ വന്നതോടെ സംസ്ഥാന കമ്മിറ്റിയെ സമീപിച്ചത്. സംസ്ഥാന കമ്മിറ്റി ഇവരെ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടും ഇവരെ യോഗത്തിലേക്ക് ക്ഷണിക്കാതെ രഹസ്യമായി യോഗം ചേരാനാണ് നിലവിലെ കമ്മിറ്റിയിലെ ചിലർ ശ്രമിച്ചതെന്നും അതുകൊണ്ടാണ് യോഗം തടഞ്ഞതെന്നുമാണ് മറുഭാഗത്തിന്റെ ഭാഗം. പല കാരണങ്ങളാൽ പല വിഷയങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട 2 ആളുകളായിരുന്നു. ഞാനും ഒന്ന് VK മൊയ്തീൻകുട്ടി സാഹിബും. അത് പിന്നെ മണ്ഡലം നേതൃത്വം, ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത അടിസ്ഥാനത്തിൽ പല സമയങ്ങളിലായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അടുത്ത് വീഴ്ചകളുണ്ടായി. ഏറ്റവും അവസാനം സംസ്ഥാന കമ്മിറ്റി കൃത്യമായ ഒരു സർക്കുലർ കൊടുത്തു. ആ സർക്കുലറിൽ എന്നെയും അതേപോലെ VK മൊയ്തീൻകുട്ടിയെയും പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് എടുക്കുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മാറ്റി നിർത്തി. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്നൊരു മീറ്റിംഗ് വിളിച്ചപ്പോഴും ആ മീറ്റിംഗ് ഞങ്ങൾ അറിയിച്ചില്ല. അപ്പോൾ അറിയിക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് ചോദിക്കാനും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുമാണ് ഞങ്ങളോട് എത്തിയപ്പോൾ ആ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകളും വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ സംസാരങ്ങളുണ്ടായി. ഏതായാലും മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോയില്ല. കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ആ രൂപത്തിലുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നിപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി നോമിനേറ്റ് ചെയ്ത 2 പേരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ യോഗം കൂടാൻ അനുവദിക്കില്ലെന്നും ഇവർ നിലപാട് കനപ്പിച്ചു. ചേരിതിരിഞ്ഞുള്ള ബഹളം മൂലം യോഗം ആരംഭിക്കാനായില്ല, കൂടാനായില്ല. ഇതോടെ യോഗം മാറ്റിവെക്കുകയാണെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MI അബ്ദുൽ ഹമീദ് അറിയിച്ച ശേഷമാണ് ഒച്ചപ്പാടും ബഹളവും അവസാനിപ്പിച്ചത്. N4 ന്യൂസ്, വഴിക്കടവ്. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ VK റോഡ്, നിലമ്പൂർ.